എല്ലാവർക്കും അക്ഷലക്ഷ്മിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് കിഡിലിൻ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ദാ നമ്മളിന്ന് ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവുകയാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു അമ്പലവും പുഴയും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നല്ല സൂപ്പർ സൈറ്റാണ് കേട്ടോ. അടിപൊളി വൈബ് തരുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങളിതാ നടന്ന് സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ലക്ഷ്മിക്കുട്ടി ഇതാ അവിടെ കുടയും പിടിച്ച് കാത്തിക്കുകയാണ്. മഴയുള്ള അന്തരീക്ഷമൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുടയൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു മുത്തശ്ശി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വൈകുന്നേരത്ത്. അപ്പോൾ ആടിന് തീറ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പിള്ളേർ കളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്, മീൻ പിടിക്കുന്നവരുണ്ട്. വൈകുന്നേരത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടെങ്കിലും അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിയോടൊക്കെ ഇണങ്ങിയിട്ട് ഇതുപോലെ കാഴ്ചകൾ കാണാൻ വന്നിരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ നിറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ചാലക്കൽ പുഴയുടെ തീരത്താണ് കേട്ടോ. ഇതാണ് ചാലക്കൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഈ പുഴ ഇങ്ങനെ നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരത്തായിട്ട് ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ല, അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. രണ്ടായിരത്തി 2018 വെള്ളപ്പൊക്കത്തിൽ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഈ കര കവിഞ്ഞൊഴുകിയിട്ട് നല്ലോണം ഈ ഭാഗമൊക്കെ മൂടി കിടക്കുമായിരുന്നു. പാടും ഒക്കെ കര കവിഞ്ഞൊഴുകി നല്ല തിക്കായിട്ട് വെള്ളം, അങ്ങനെ പ്രളയത്തിൻ്റെ ഒരു ഭീതിയൊക്കെ നമുക്ക് അന്ന് മനസ്സിലാവണ ഒരു സമയം ഇവിടെ വന്നാൽ കാണാമായിരുന്നു കേട്ടോ. ഫുള്ള് വെള്ളമൊക്കെ നിറഞ്ഞ് അങ്ങനെയുള്ളൊരു അന്തരീക്ഷമായിരുന്നു ചാലക്കൽ ഭാഗത്ത്. ഈ പാലം അതൊക്കെ കവർ ചെയ്തിട്ട് റോഡിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അന്ന്. അങ്ങനെ നമ്മളിതാ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാടത്തേക്കൊക്കെ വരിക. അതുപോലെ തന്നെ അതിൻ്റെ കൈ ഭാഗത്തൊക്കെയുള്ള ചെടികൾ, പൂക്കളൊക്കെ പൊട്ടിക്കുക, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ പാടത്തിലേക്ക് വരുമ്പോൾ. മഴക്കാലമായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും വെള്ളവും അതുപോലെ തന്നെ പുല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാന്നുള്ളൊരു അന്തരീക്ഷം, ആ രീതിയിലൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്രകൃതി നിൽക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് കാണുന്നതാണ് കേട്ടോ മെയിൻ റോഡിലേക്കുള്ള വഴി. അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ പാടം വഴി നടന്നിട്ട് അമ്പലത്തിലേക്ക് വരാനായിട്ട് പറ്റും. ചെറിയൊരു അമ്പലമാണ്, മഹാദേവൻ കുടികൊള്ളുന്ന നല്ലൊരു ക്ഷേത്രം. വരും തലമുറയിലുള്ള കായിക താരങ്ങളുടെ ഒരു സൂപ്പർ കായിക പരിശീലന വേദി കൂടിയാണ് കേട്ടോ ഈ പാടം എന്ന് പറയുന്നത്. അവരിവിടെ പിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ക്രിക്കറ്റ് അതുപോലെ തന്നെ ഫുട്ബോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ അടുത്ത ഭാഗത്തുള്ള പിള്ളേരെല്ലാവരും വന്നിട്ട് ഇവിടെ കളിക്കാറുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു ഔട്ട്ഡോർ ഗെയിംസിൻ്റെ വേദി കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ഇൻഡോർ ഗെയിംസ്, അതായത് വീട്ടിലിരുന്ന് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും കുറേ പേര് ഇതുപോലെ പുറത്ത് വന്നിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കാറ്റും മഴയും ഒക്കെ ആസ്വദിച്ചിട്ട് വെയിലൊക്കെ ആസ്വദിച്ചിട്ട് സൂപ്പറായിട്ട് കുറേ നേരം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരിടം കൂടിയാണ് ഇങ്ങനത്തെ പാടം അതുപോലെ തന്നെ പറമ്പ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതാ കുറേ നമ്മുടെ തുമ്പ ചെടികളുണ്ട്. ഓണമാകുമ്പോഴേക്കും നല്ല കുഞ്ഞേ വെള്ള കളറിലെ പൂക്കൾ വിരിയാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഏതാണ്ട് അമ്പലത്തിൻ്റെ അവിടെ എത്താറായപ്പോഴേക്ക് സൂപ്പർ മഴ വന്നു കേട്ടോ. അപ്പോൾ അതാ മഴയൊന്നും വക വയ്ക്കാതെ അവർ ഗംഭീര കളിയിലാണ്. ചളിയിലൊക്കെ കിടന്ന് ഉരുണ്ടുള്ള കളികളാണ്. അതൊക്കെ കുറച്ച് നേരം നമ്മൾ ആസ്വദിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചാലക്കൽ മഹാദേവ ക്ഷേത്രം. വട്ടശ്രീകോവിലുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ ഈ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണല്ലേ ഇത്തരമുള്ള ശ്രീകോവിൽ കാണാൻ തന്നെയായിട്ട്. മറ്റ് ഗോപുരമാതൃകയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വട്ടശ്രീകോവിലിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മഹാദേവൻ്റെ കുറച്ച് വലിയ പ്രതിഷ്ഠ തന്നെയാണ് ഈ അമ്പലത്തിലുള്ളത്. പിന്നീട് വലിയൊരു ആലുണ്ട്. അത്ര വലിയ ഒരു അമ്പലമൊന്നും അല്ലെങ്കിലും ചെറിയ ഒരു ഈ നാട്ടുകാർക്ക് വിശേഷപ്പെട്ട ഒരു അമ്പലം കൂടിയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്പലം തുറക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമ്മൾ അതിന് മുന്നെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ അമ്പല പരിസരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ചുറ്റും നവീകരണത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്, ഉള്ളിലൊക്കെ നവീകരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത്.
അധികം പേരൊന്നും അങ്ങനെ എത്താറില്ല ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക്. പക്ഷേ നിത്യസന്ദർശനമായിട്ടുള്ള കൂടിയായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ചാലക്കൽ കുറിച്ചിക്കര ക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷെ നല്ല ശക്തിയുള്ള ഒരു മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതുകൂടാതെ തന്നെ ഉപദേവതമാരായിട്ട് ഗണപതി, അതുപോലെ സുബ്രഹ്മണ്യൻ, അങ്ങനെ പല പ്രതിഷ്ഠകളും അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അമ്പലത്തിന് ചുറ്റുമായിട്ട് കുറേ ചെടികൾ ഇതുപോലെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട്. വലിയ 2 ആലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ എയറിനെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ അമ്പലത്തിൻ്റെ പുറത്ത് ആ കോമ്പൗണ്ടിൽ തന്നെയായിട്ട് നാഗപ്രതിഷ്ഠയുണ്ട്. അപ്പോൾ നമുക്കറിയാം നാഗങ്ങൾ നിൽക്കുന്ന സ്ഥലം ഇതുപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നിർത്തി പരിപാലിച്ച് പോരണം. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നു. അതുകൂടാതെ തന്നെ വേറെ ഒരു ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. ആ ശ്രീകോവിൽ എന്ന് പറയുന്നത് ഇതുപോലെ ചെങ്കലിൽ ചേർത്ത ഒരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഈ 2 ശിവപ്രതിഷ്ഠയ്ക്ക് പിന്നിലായിട്ട് ചാലക്കൽ പുഴ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടടുത്ത് തന്നെയാണ് നമ്മുടെ പള്ളിമണ്ണ ശിവക്ഷേത്രം എന്ന് പറയും. അത് കാശിക്ക് സമാനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ്. കാരണം കിഴക്കോട്ടാണ് ആ ശിവക്ഷേത്രത്തിൻ്റെ മുഖം. അപ്പോൾ അതിന് കിഴക്കോട്ട് തന്നെയാണ്, അതിന് മുന്നിലൂടെയും പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് കാശിക്ക് തുല്യം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. അതിനോടടുത്താണ് ഈ കാണുന്ന ചാലക്കൽ ശിവക്ഷേത്രം. അപ്പോൾ ശിവന് പ്രിയപ്പെട്ട കൂളമരങ്ങളൊക്കെ ഇതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. നല്ല വൃത്തിയായിട്ടും മനോഹരമായിട്ടും പരിപാലിച്ചു പോരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണിത്. അമ്പലം തുറക്കാറായിട്ടില്ല. തുറന്നു കഴിഞ്ഞ ശാന്തിക്കാരൻ എത്തും. ഇവിടുത്തെ പൂജകളും വഴിപാടുകളും ദീപാരാധന അതൊക്കെ അങ്ങനെ മുറ പോലെ ചെയ്തു പോരുന്ന ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഇതാ അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടെ ഒഴുകുന്ന നമ്മൾ നേരത്തെ കണ്ട പുഴയുടെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പുഴയിലേക്ക് ഒന്ന് ഇറങ്ങി, കുട്ടികളൊക്കെ ഒന്ന് എന്തായാലും അവരെ കൊണ്ട് വന്നതല്ലേ, അവർക്ക് ഒന്ന് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷൊക്കെ ആയി. നല്ല ഒഴുക്കുണ്ടായിരുന്നു പുഴയിൽ. സൗണ്ട് കേട്ടു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരാറായപ്പോഴേക്കും അമ്പലത്തിൻ്റെ നട തുറന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രദക്ഷിണം ചെയ്തിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നു. ബാക്കിൽ ഇതുപോലെ ശ്രീ പാർവതിയുടെയും മഹാദേവൻ്റെയും ഒരു ചിത്രമുണ്ട്. പിന്നെ പ്രതിഷ്ഠകളൊക്കെ നമുക്ക് ഉപപ്രതിഷ്ഠകളൊക്കെ നമുക്ക് ഇതാ ഇങ്ങനെ കാണാം. അങ്ങനെ നമ്മളിതാ നടന്ന് മറുഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു വിശേഷമൊക്കെ. അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.